പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ജാമ്യം തേടി കോടതിയിൽ. അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേന ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ജാമ്യാപേക്ഷ അടുത്ത ദിവസം തന്നെ കോടതി പരിഗണിക്കും. തെറ്റ് ചെയ്തു ശിക്ഷ നൽകൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര നിലപാട് തിരുത്തി രഹസ്യമൊഴി നൽകാൻ വിസമ്മതം അറിയിച്ചതിന് പിന്നാലെയാണ് ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേനയാണ് ചെന്താമര ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. 2019 ബോയൻ നഗർ സ്വദേശിനി സജിതയെ കൊലപ്പെടുത്തിയ ചെന്താമര ജാമ്യത്തിലിറങ്ങിയാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. ഇരട്ടക്കൊലക്കേസിൽ ജാമ്യം നൽകിയാൽ ഇനി മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ നാട് വിട്ടുപോവുകയോ ഇല്ല എന്നാണ് ജാമ്യാപേക്ഷയിലൂടെ കോടതിയെ ചെന്താമര അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ കേട്ടുകേൾവിയുടെയും സംശയത്തിന്റെയും പുറത്താണ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നും ജാമ്യാപേക്ഷയിലൂടെ ചെന്താമര പറയുന്നു. ആലത്തൂർ കോടതി അടുത്ത ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കും. ഈ മാസം 25 വരെ റിമാൻഡിലുള്ള ചെന്താമര നിലവിൽ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലാണുള്ളത്. റിപ്പോർട്ടർ, പാലക്കാട്.